ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇഷക്കുട്ടിയുടെ പ്രെപ്പ് 2ന്റെ ക്ലാസ് ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ സാമ്പാറൊക്കെ വെച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് തേങ്ങയും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളച്ചമ്മന്തിയാണ്. അങ്ങനെ ഞാൻ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനം എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇഷക്കുട്ടിക്ക് ഇഡ്ഡലി സാമ്പാർ ചട്നി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ മാവ് അരച്ച് വെച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത്ര പൊങ്ങിയില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ ഭയങ്കര തണുപ്പും കാറ്റും മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാവും. പിന്നെ ഞാൻ ദോശ ചുട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഇതുപോലെ മാറ്റുകയാണ്. കാരണം ഇത്രയും മാവ് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഈ ദോശക്കല്ല് ഞാൻ ഉപയോഗിച്ചിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ദോശയ്ക്ക് ഇങ്ങോട്ട് ഇളക്കി വരാൻ ഭയങ്കര പാട്. പിന്നെ ഞാൻ കുത്തിപ്പിരുത്തൊക്കെ ഇളക്കി എടുത്ത കേട്ടോ. അപ്പോൾ ഇഷക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അവളുടെ ടിഫിൻ ബോക്സിലോട്ട് ഇതുപോലെ പിച്ചിട്ട് സാമ്പാറും ചട്നിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇഷക്കുട്ടിക്ക് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അവളുടെ ഇഷ്ടപ്പെട്ട വെള്ള ചമ്മന്തിയും കൂടെ ഒഴിച്ച് ടിഫിൻ പാക്ക് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. പിന്നെ അവൾ ഇറങ്ങാൻ നേരത്തെ ഞാൻ പെട്ടെന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചത് ഫ്രൂട്ട്സ് ആയിട്ട് കൊടുത്തു വിട്ടത് ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഷക്കുട്ടിയുടെ വെള്ളവും നിറച്ചിട്ടുണ്ട്. അവളുടെ അപ്പോൾ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇഷക്കുട്ടിയെ പോയി വിളിച്ചുണർത്താം. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വിളിച്ചുണർത്തി യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ സമ്മറിലെ യൂണിഫോമാണ് കേട്ടോ. വിൻ്ററിലെ യൂണിഫോം കഴിഞ്ഞല്ലോ. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് അവളെ റെഡിയാക്കുകയാണ്. അവൾക്കിങ്ങനെ പോകാൻ ഇന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ തരുന്നുണ്ട്. അങ്ങനെ തലയൊക്കെ കോതി കെട്ടി റെഡിയാക്കി. ഇഷക്കുട്ടിയെ ഇങ്ങനെ കാണുമ്പോഴില്ലേ ഗൈസ്, ആദ്യമായിട്ട് സ്കൂളിൽ വിടുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇച്ചിരി മുടി ഇങ്ങനെ ക്ലിപ്പൊക്കെ വെച്ച് കുത്തിയതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇഷക്കുട്ടിയുടെ ബാഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവൾ ദുബായിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ്, ഷബീറും അമ്നയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളുടെ ലഞ്ച് ബോക്സൊക്കെ ബാഗിനകത്തോട്ട് വെക്കുകയാണ്. ബുക്കൊക്കെ ഇനി സ്കൂളിൽ പോയിട്ട് വാങ്ങിക്കണം. അപ്പം ഞങ്ങളാണ് ഇന്ന് ഇഷക്കുട്ടിയെ സ്കൂളിലായിട്ട് കൊണ്ടാക്കുന്നത്. അപ്പോൾ അവളുടെ ബാഗും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ഇഷക്കുട്ടിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണേ. ഇഡലി ഉണ്ടാക്കാത്ത എന്താ മമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ദോശ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ സ്കൂൾ ബസ്സിലൊക്കെ ഇരുന്നിട്ട് സ്കൂൾ ബസ്സിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ നേരെ കാറിൽ അവളെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്ക് അവളുടെ ആയ വന്നിട്ട് അവളെ വിളിച്ചിട്ട് പോയി. അപ്പോൾ ഇത്രയുള്ള ഗായ്സ്, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.